ഇത് ഷേപ്പ് ബേസിക് ഷേപ്പ് നോർമൽ ഷേപ്പിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺവേർട്ട് ടു കർവ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. കൺട്രോൾ ക്യൂ ആണ് അതിന് ഷോർട്ട് കട്ട്. കൺവേർട്ട് ടു കർവ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ക്യൂ അടിച്ചു. കൺട്രോൾ ക്യൂ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഷേപ്പ് ടൂളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അതിന് കർവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്തായി? നമ്മൾ ഫോട്ടോഷോപ്പിൽ എടുത്ത പോലെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളായിട്ട് മാറി. ഓരോ ആങ്കർ പോയിന്റും നമുക്ക് ഓരോ ഭാഗത്ത് നീക്കാൻ പറ്റും. ഓക്കെ, അതായത് ഫസ്റ്റ് വരയ്ക്കുന്നത് ബേസിക് ഷേപ്പിൽ നമുക്ക് കർവ് ഒക്കെ ചെയ്യാൻ പറ്റും. കൺട്രോൾ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് വേറെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൺട്രോൾ ക്യൂ അടിക്കണം, കർവ് ചെയ്യാന്ന് പറയും. അതേപോലെ തന്നെ സർക്കിളും ഞാൻ നോക്കിയത് ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ മുകളിലുണ്ട്. ആ സർക്കിളിൽ പൈ ആക്കണതും ആർക്കാക്കണതും ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൺട്രോൾ ക്യൂ അടിച്ചാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ പോയി. മനസ്സിലായ? ഡൗട്ട്സ് ഉണ്ടാ? അതേപോലെ എല്ലാറ്റും അത് തന്നെ കൺട്രോൾ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ നോർമൽ ഷേപ്പായിട്ട് ഫ്ലാറ്റനായിട്ട് മാറി. ഈ ഷേപ്പ് ടൂളിന്റെ താഴെ കുറേ ടൂൾസ് ഉണ്ട്. ഇത് ഒരു ആർട്ടിസ്റ്റ് വർക്കിന് വേണ്ടിയുള്ളതാണ്. അതായത് നമുക്ക് മായ്ക്കാനും വളയ്ക്കാനും യൂസ് കുറവാണ്. നിങ്ങൾ വേണമെങ്കിൽ സിസ്റ്റത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് പറയാനൊന്നും ഇല്ല അതിൽ. സ്മഡ്ജ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഷേപ്പിന് എങ്ങനെ മായ്ക്കാനും എറേസ് ചെയ്യാനൊക്കെയാണ് ഇത് സ്മഡ്ജ് വരിക. ഇത് റഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റഫാക്കും. ഫ്രീ ട്രാൻസ്ഫോം അത് ട്രാൻസ്ഫോം ചെയ്യണത് തന്നെയാണ്. സ്മാഷർ അങ്ങനെ കുറെ എഡിറ്റ് ചെയ്യാനുള്ള കുറെ ടൂൾസ് ഉണ്ട് ഇതിൽ. ഇത് വന്നിട്ട് ഇത് മൊത്തത്തിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തിനാ ഉപയോഗിക്കണമെന്നില്ല. ആർട്ടിസ്റ്റുമാരായ വർക്കിന് വേണ്ടിയൊക്കെ ചെയ്യണതാണിത്. ഇത് മെയിൻ വരുന്നത് ഷേപ്പ് ടൂൾ തന്നെയാണ് കേട്ടോ. ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഷേപ്പ് ടൂൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് എന്തെങ്കിലും നിങ്ങൾ അഡീഷണൽ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ താഴത്തെ ടൂളിന്റെ ആവശ്യമുള്ളൂ. അടുത്തതിൽ ക്രോപ്പ് ടൂൾ എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായി പോയിട്ടുണ്ടാവും. അത് ഇമേജ് ആണെങ്കിലും പിക്ചർ ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും. ഓക്കെ, ഇമേജ് ഇതിൽ ഫോട്ടോഷോപ്പിൽ ഇമേജ് പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നൈഫ് അതിലൊരു ബോക്സിലിട്ടു. അതായത് എൻഡിൽ ഏതെങ്കിലും എഡ്ജിൽ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വരയ്ക്കില്ല, അതേപോലെ വരയ്ക്കണം. ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. ഇങ്ങനെ വരച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഭാഗം വേറെ പീസായിട്ട് വരും, സെലക്ട് ആയിട്ട് വന്നിട്ട്. അല്ലേ, വേറെ പീസായിട്ട് വരും. ഇതേ തന്നെ എറൈസർ ടൂളുണ്ട് ഇതിൽ, എറൈസ് ചെയ്തെടുക്കാൻ. സെലക്ട് ചെയ്യണം ആദ്യം. ഇതൊക്കെ വർക്കാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ,
വെർട്ടിക്കൽ സെഗ്മെന്റ് ഡിലീറ്റ്. ഒരു ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണ പോലെ തന്നെ ഇത്രയും ടൂള്. പിന്നെ അടുത്തത് സൂം ടൂളിലേക്ക് വരാം. ഇതിന് സൂം ടൂളിന്റെ ഉപയോഗം കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ മൗസിന്റെ വീല് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ സൂം ചെയ്യുക. കൺട്രോൾ പ്ലസ് കൺട്രോൾ മൈനസ് അതൊന്നുമല്ല, മൗസിന്റെ വീലാണ് ഇതിന്റെ മെയിൻ സൂം. അത് കറക്റ്റ് കൺട്രോൾ കിട്ടണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് വരച്ചു, അവിടെ വരച്ചത് ഒരു കോൺട്രോൾ വേറെ. ഇത്രയും വർക്കിംഗ് ഏരിയ ആണ്. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബോക്സ് ആണ് നമുക്ക് പ്രിന്റ് വരുന്ന ഏരിയ. നമുക്ക് അഡീഷണൽ എന്തെങ്കിലും റഫ് വർക്കൊക്കെ ഇവിടുന്ന് ചെയ്യാം. എന്നിട്ട് എല്ലാം ഇവിടെ ഇട്ട ശേഷം ഇവിടുന്ന് പ്രിന്റ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് അഡീഷണൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ആണ്. വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇട്ടു, നിങ്ങൾ ഇത് അവിടെ എത്തി, സൂം ചെയ്തു. അതിലേക്ക് പോകണമെങ്കിൽ മൗസിന്റെ വീല് മറ്റേ കേഴ്സർ എവിടേക്ക് വെച്ച ശേഷം പുറത്ത് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ആ ഒബ്ജക്റ്റിലെ മൗസ് ഇവിടെ, നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് ഇവിടെയാണ്. മൗസിന്റെ പോയിന്റർ ഇവിടെ വെച്ച് സൂം ചെയ്താൽ കിട്ടില്ല. എവിടെയാണോ എനിക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് അവിടെ ആദ്യം മൗസ് പോയിന്റർ വെക്കുക, എന്നിട്ട് സൂം ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് വലുതായിട്ട് വരും. ഓക്കെ, അത് കുറച്ച് ടൈമിങ് തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ക്ലച്ച് പിടിക്കാൻ കുറച്ച് ടൈം ആവും ഈ സൂം ആകണത്. നിറയെ പ്രാവശ്യം ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിന് സൂം ടൂൾ ഉണ്ട്. സൂം ടൂൾ എന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം സൂം ചെയ്യുക. ഓക്കെ, അതിനേക്കാൾ എളുപ്പം എന്ത് ചെയ്യുക, സ്ക്രോൾ വീലിൽ തന്നെ സൂം ചെയ്യണതാണ്. അടുത്തതിന്റെ അലൈൻമെന്റിനെ കുറിച്ച് പറയാം. ബാക്കി ടൂൾസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി അടുത്ത അലൈൻമെന്റിലേക്ക് വരാം. ഞാൻ ഈ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഇതാണ് എനിക്ക് ക്യാൻവാസിന്റെ ഏരിയ. ഈ ഒബ്ജക്റ്റ് ഇതിന്റെ സെന്ററിൽ വരണം പറയാൻ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് സെന്ററിൽ വെച്ച് അതിന്റെ അളവ് നോക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെയെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും കീബോർഡിൽ പി എന്നുള്ള ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ക്യാൻവാസിന്റെ സെന്ററിൽ വരും. പി 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 ഫോർ പെൻ. ആ, പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് സെന്ററിൽ വരും. ഇപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആണ്, ഇപ്പൊ 3 ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് പി അടിച്ചു കഴിഞ്ഞാൽ എന്താവും, 3 വന്നിട്ടുണ്ട്. വേറെ വേറെ നീക്കി നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നും കൂടി പറയാം. നമ്മൾ ആൾട്ട് പിടിച്ച് നീക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ഗ്രീൻ ബോക്സ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി മൂവ് ചെയ്യണ പോലെ മൂവ് ചെയ്യുക. വിടുന്ന സമയത്ത് മൗസിന്റെ റൈറ്റ് ക്ലിക്ക് പതുക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോർമലി മൂവ് ചെയ്യുക, നമ്മൾ വിടില്ലേ, വിടുന്ന ആ സമയത്ത് മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ സമയത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. ആൾട്ട് പിടിക്കുക എന്നൊരു ആവശ്യമൊന്നുമില്ല. പിന്നെ അതിന്റെ ട്രാൻസ്ഫോമിന്റെ കാര്യം, അത് ഷിഫ്റ്റ് ഒന്നും പിടിക്കണ്ട. ഏതെങ്കിലും കോർണറിൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ അത് ചെറുതായിക്കോളും. ഫോട്ടോഷോപ്പിൽ പ്രൊപ്പോർഷൻ ആയിട്ട് പിടിക്കാം, ഷിഫ്റ്റ് നമ്മൾ പിടിക്കും. ഇത് വെറുതെ ഏതെങ്കിലും കോർണറിൽ പിടിച്ചാൽ പ്രൊപ്പോർഷൻ ആയിരിക്കും, ഏതെങ്കിലും നടുക്കുന്ന പിടിച്ചാൽ സ്ട്രെച്ച് ആവും. ഓക്കെ, അതേപോലെ 4 ഭാഗത്ത് ഈക്വൽ ആയിട്ട് ചെറുതാവണം പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പിടിച്ചാൽ മതി. ഷിഫ്റ്റ് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ ഈക്വൽ ആയിട്ട് സെൻട്രലും വലുതും ചെറുതാവും. ഓക്കെ, ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് കൂടി പറയാം. പിന്നെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇതിനെ കറക്റ്റ് ഇതേ പൊസിഷനിൽ തന്നെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, ഇപ്പൊ താഴെയും മുകളിലും വരാതെ അതേ പൊസിഷനിൽ തന്നെ എനിക്ക് വരണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ ഡി അല്ലേ, കൺട്രോൾ ആർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൊസിഷനിലാണോ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചത് അതേ പൊസിഷനിൽ റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. ഇതേപോലെ എല്ലാം സെലക്ട് ചെയ്ത് ഞാൻ താഴേക്കാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ഡി അടിച്ചു, കൺട്രോൾ ഡി വരും, കൺട്രോൾ ഡി പുതിയ വേർഷന്റെ ഷോർട്ട് കട്ടാണ്. കൺട്രോൾ ആർ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തു.
എന്നിട്ട് ഞാൻ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ആർ അടിച്ചു. കേട്ടാ എത്ര ബോക്സ് ആയി എണ്ണാൻ പറ്റുമോ? എത്ര ബോക്സ് ആയിന്ന് പറ്റുമോ? സൂം ചെയ്ത് കഴിഞ്ഞാൽ എണ്ണാൻ പറ്റും അല്ലേ? പറ്റുമോ? വർക്ക് ചെയ്യാത്തത് എന്നാണ്? എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തത് അവിടെ താഴെ ചെറുതായി കാണിക്കും എത്ര എണ്ണം, 900 ഒബ്ജക്റ്റ് ഉണ്ട്. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ എണ്ണം നമുക്ക് ഇവിടെ താഴെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇത് സെലക്ട് ചെയ്യണ്ട, ലെയർ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 16 ഒബ്ജക്റ്റ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു.